പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളിലേക്ക് പോയാൽ ഒട്ടും അയവില്ലാതെ തുടരുകയാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ. അമേരിക്കയുടെ ആക്രമണവും ഇറാന്റെ പ്രത്യാക്രമണവും തുടരുകയാണ്. ഇറാന്റെ ആക്രമണത്തിൽ ഗൾഫ് മേഖലയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട്. സാഹചര്യങ്ങൾ മാറ്റമില്ലാതെ തുടരുമ്പോൾ ഷിപ്പിംഗ് കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകുകയാണ് കേന്ദ്ര സർക്കാർ. ഹോർമുസിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ ജീവനക്കാരെ നിയോഗിക്കരുത് എന്നതാണ് നിർദ്ദേശം. ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം ശക്തമാക്കിയത് പ്രവാസികളിലും വലിയ ആശങ്ക ഉയർത്തുകയാണ്. അപ്പോൾ ഇന്ത്യയെ എങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം പ്രതിസന്ധിയിലാക്കുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. എന്തായാലും തുടർച്ചയായ 5ാം ദിവസവും ഇറാനിൽ അമേരിക്കയുടെ വ്യോമാക്രമണം നടന്നു. ഹോർമുസ് കേന്ദ്രീകരിച്ച് അമേരിക്ക ആക്രമണം ശക്തമാക്കുന്നതും കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ടു. ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. ഒപ്പം ഇറാന്റെ സൈനിക നീക്കങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തിനാണ് അമേരിക്ക മുൻഗണന നൽകിയത്. ഇറാന്റെ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം ശക്തമാക്കുന്നതും കണ്ടു. ഖാർഗ് ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഇറാൻ ടാങ്കർ അമേരിക്ക ആക്രമിച്ചു. ചരക്ക് കയറ്റാനായി ഇവിടേക്ക് എത്തിയ ടാങ്കറാണ് ആക്രമണത്തിനിരയായത്. മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കപ്പൽ അവഗണിച്ച് മുന്നോട്ട് വന്നതോടെയായിരുന്നു ആക്രമണം ആരംഭിച്ചത് എന്നതാണ് US ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനിലെ കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ, തീരദേശ നിരീക്ഷണ സൗകര്യങ്ങൾ എന്നിവ ആക്രമിച്ചതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. പുലർച്ചെ 90 മിനിറ്റ് നീണ്ടുനിന്ന ആക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രധാന തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ഗ്രേറ്റർ ട്വിൻ ദ്വീപും ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇറാനിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും തലസ്ഥാനമായ ടെഹ്റാനിൽ വ്യോമ പ്രതിരോധ സംവിധാനം സജീവമാക്കിയതായും സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലെ US ആക്രമണങ്ങളിൽ ഇറാനിൽ 35 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ വടക്കു ഭാഗത്തും ടെഹ്റാന്റെ കിഴക്കു ഭാഗത്തുമുള്ള വിമാനത്താവളങ്ങളിലും അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമായും തെക്കൻ തീരദേശ മേഖലകളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. എന്നാൽ ഇറാന്റെ ഉൾഭാഗങ്ങളിലെ തന്ത്രപ്രധാന സ്ഥലങ്ങൾ ലക്ഷ്യം വെക്കുകയാണ് അമേരിക്കൻ സേന ഇപ്പോൾ. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വലിയ ഭീഷണി നമുക്കറിയാം. ചർച്ചയ്ക്ക് സന്നദ്ധമായില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ അമേരിക്ക വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ ഊർജ്ജ പ്ലാന്റുകളും പ്രധാന പാലങ്ങളും ലക്ഷ്യമിട്ടായിരിക്കും അടുത്ത ഘട്ടത്തിലെ ആക്രമണമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അവർ ചർച്ചകളിലേക്ക് വരാനും ഒത്തുതീർപ്പിലെത്താനും തയ്യാറാകാത്ത പക്ഷം തങ്ങൾ അവരുടെ എല്ലാ ഊർജ്ജ പ്ലാന്റുകളും പാലങ്ങളും തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് അടിസ്ഥാന സൗകര്യങ്ങളെയും സാധാരണക്കാരുടെ ജീവിത ഇടങ്ങളെയും ഒക്കെ ലക്ഷ്യമിടും എന്നതായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രംപിന്റെ ഈ ഭീഷണിക്ക് തയ്യാറെടുക്കുന്നു അമേരിക്ക എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ രാത്രി അമേരിക്കയുടെ ആക്രമണങ്ങളും നീക്കങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതേസമയം തിരിച്ചടിക്കുകയാണ് ഇറാൻ. ഗൾഫ് രാജ്യങ്ങളിലേക്കായിരുന്നു ഇത്തവണയും ആക്രമണം. ഇറാൻ ജോർദാനിലെ അമേരിക്കൻ ആശയവിനിമയ സംവിധാനങ്ങളും ഇന്ധന സംഭരണ കേന്ദ്രങ്ങളും ആക്രമിച്ചതായി അവകാശപ്പെട്ടു. ജോർദാനിലെ അമേരിക്കൻ വ്യോമത്താവളത്തിന് നേർക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. രാജ്യത്തെ അമേരിക്കൻ താവളങ്ങൾ ഇല്ലാതാക്കണമെന്ന് IRGC ജോർദാനോട് ആവശ്യപ്പെടുകയും ചെയ്തു. തങ്ങൾക്ക് നിങ്ങളോട് ശത്രുതയൊന്നുമില്ല, നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടവുമാണ്. മറ്റേതൊരു രാഷ്ട്രത്തെക്കാളും കൂടുതൽ പലസ്തീൻ ജനതയുടെ വേദനയും അടിച്ചമർത്തലും മനസ്സിലാക്കുന്ന മാന്യരായ ജനതയാണ് നിങ്ങൾ. IRGCയുടെ വാർത്താക്കുറിപ്പിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. പാർസ് വാർത്താ ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. കുവൈറ്റ് സൈന്യം ഡ്രോൺ ആക്രമണങ്ങൾ, പക്ഷേ നിങ്ങളെ ഇഷ്ടമാണെങ്കിലും അമേരിക്കയ്ക്ക് നൽകുന്ന സഹായം, അതിൽ ഉള്ള പ്രതിഷേധം എന്ന നിലയിലാണ് ഈ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നത് എന്നതായിരുന്നു ഇറാന്റെ ആ വാർത്താക്കുറിപ്പിൽ ഇറാൻ സൂചിപ്പിച്ചിരുന്നത്. എന്തായാലും ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണം തുടരുകയാണ്. കുവൈറ്റ് സൈന്യം ഡ്രോൺ ആക്രമണങ്ങൾ തടഞ്ഞതായി അറിയിച്ചു. ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ജനങ്ങളോട് ശാന്തരായി സമീപത്തെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് നീങ്ങണം എന്ന നിർദ്ദേശം നൽകി. ഒപ്പം ഇറാന്റെ ശക്തമായ പ്രതികരണം കൂടി ഉണ്ടാകുന്നുണ്ട്. ചർച്ചകളിൽ ഇറാന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന മുഹമ്മദ് ബാഗർ ഖാലിബാഫ് സർക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞത്,
രാജ്യത്തിന് ഗുണകരമല്ലാത്ത ഒരു കരാറും പാലിക്കാൻ ഇറാന് കഴിയില്ല എന്നതാണ്. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം ഉൾപ്പെടെയുള്ള ഇറാന്റെ സ്വന്തം സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമാണെന്നും അതിൽ നിന്ന് ഒരു മാറ്റവും ഇറാൻ സ്വീകരിക്കില്ല എന്നും ഖാലിബാഫ് പറഞ്ഞു. അപ്പോൾ ഇറാൻ പിന്നോട്ടില്ല, അമേരിക്കയും പിന്നോട്ടില്ല. ചർച്ചകളുടെ സാധ്യത ഏതാണ്ട് അടഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. ഈ ഘട്ടത്തിലാണ് നാവികരെ സംരക്ഷിക്കാൻ ഇന്ത്യ നടപടികൾ സ്വീകരിക്കുന്നത്. ഹോർമുസ് വഴി പോകുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ അയക്കരുത് എന്ന് കപ്പൽ കമ്പനികളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇന്ത്യ. റിക്രൂട്ടിംഗ് ഏജൻസികൾക്കും ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് പോസ്റ്റ് ചെയ്ത എക്സ് സന്ദേശത്തിൽ ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ ഇന്ത്യൻ നാവികരെ ഹോർമുസ് വഴി അയക്കരുത് എന്നതാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണികൾ കണക്കിലെടുത്ത് സംഘർഷഭരിതമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്രകളിൽ ഇന്ത്യൻ നാവികരെ ഉൾപ്പെടുത്തുന്നത് ഒഴിവാക്കണമെന്നാണ് ഷിപ്പിംഗ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷിപ്പ് മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് സർവീസ് ലൈസൻസ് കമ്പനികൾക്കുമാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാവികരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കടുത്ത നിരീക്ഷണവും ജാഗ്രതയും പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായത്തിനായി മാരിടൈം ഡൊമൈൻ അവയർനെസ് സെന്ററുമായി ബന്ധപ്പെടാനും അന്താരാഷ്ട്ര സുരക്ഷാ ചട്ടങ്ങൾ കർശനമായി പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എക്സിലൂടെയാണ് മാരിടൈം റെഗുലേറ്റർ ഈ വിവരം അറിയിച്ചത്. ഗൾഫ് മേഖലയിലെ അതീവ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനാണ് ഈ നിർദ്ദേശങ്ങൾ എന്നതാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. പേർഷ്യൻ ഒമാൻ ഉൾക്കടൽ മേഖലയിലൂടെ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകളിലെ ഇന്ത്യൻ നാവികരെ നിരീക്ഷിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മേഖലയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളിലെയും ഇന്ത്യൻ നാവികരുടെ വിവരങ്ങൾ തത്സമയം നിരീക്ഷിക്കാനാണ് തീരുമാനം. ഇതിനുവേണ്ടി പ്രത്യേക ഡാഷ്ബോർഡ് സ്ഥാപിക്കും. അപകട സാഹചര്യത്തിൽ മുന്നറിയിപ്പ് നൽകാനും അടിയന്തര ഇടപെടൽ നടത്താനും വേണ്ടിയാണ് ഈ മുൻകരുതലുകൾ സ്വീകരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന US ഇറാൻ യുദ്ധത്തിനിടയിൽ സംഘർഷഭരിതമായ ഹോർമുസ് കടലിടുക്കിൽ ഒട്ടേറെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. UAE പതാകയുള്ള MT അൽബഹിയ, MT മൊംബാസ എന്നീ 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് DGMAയുടെ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഈ കപ്പലുകൾ നാവിക മുന്നറിയിപ്പുകൾ അവഗണിച്ചെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്നുമാണ് ഇറാൻ ആരോപിക്കുന്നത്. അതിനുകൊണ്ടാണ് ആക്രമിച്ചതെന്നാണ് അവർ പറയുന്നത്. ഈ ആക്രമണങ്ങളിൽ 2 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടിരുന്നു. പിന്നാലെ ഇന്ത്യ ശക്തമായി ഇതിനെ അപലപിച്ചു. കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ് UAEയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ഇന്ത്യൻ നാവികരെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതർ സന്ദർശിച്ചു. ദുരന്തത്തിന്റെ ഞെട്ടലിൽ കഴിയുന്ന ഇവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാവികരെ അവരുടെ സുരക്ഷ മുന്നിൽ കണ്ട് ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. ഈ പ്രതിസന്ധി ഉടൻ അയയാനുള്ള സാഹചര്യവും സാധ്യതയുമില്ല എന്ന കണക്കുകൂട്ടലിൽ കൂടിയാണ് ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ഒപ്പം പ്രവാസികളും വലിയ ആശങ്കയിലാണ്. വെടിനിർത്തൽ നേരിയ ആശ്വാസമായിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ സംഘർഷം മൂർച്ഛിച്ചതോടെയാണ് പ്രവാസികളാകെ ആശങ്കയിലാകുന്നത്. ജോലി നഷ്ടപ്പെടുന്നത് അവരെ സംബന്ധിച്ച് വലിയ ഭീതി ഉയർത്തുന്ന കാര്യമാണ്. നമുക്കറിയാം, ഈ 4 മാസം യുദ്ധത്തിൽ തന്നെ പലർക്കും ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി, ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, വലിയ വിലക്കയറ്റം ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു. ഒപ്പം യുദ്ധം നടക്കുകയാണ്, മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്, അതുയർത്തുന്ന ഒരു സുരക്ഷാ ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ ഉണ്ട്. അത് വലിയ പ്രതിസന്ധിയായി പ്രവാസികൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. മാത്രവുമല്ല, വാർഷിക അവധിക്ക് നാട്ടിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന സമയമായതിനാൽ യാത്ര മുടങ്ങുമോ എന്ന ആശങ്കയൊക്കെ പ്രവാസികളെ സംബന്ധിച്ചുണ്ട്. വിമാന സർവീസുകളെ സംഘർഷം ബാധിച്ചിട്ടില്ല എന്ന് വ്യോമയാന കമ്പനികൾ അറിയിക്കുന്നുണ്ട്. അതേസമയം ഏത് സമയം വേണമെങ്കിലും അത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക പ്രവാസികളെ സംബന്ധിച്ചുണ്ട്. യൂറോപ്പ്, ബ്രിട്ടീഷ് വിമാന കമ്പനികൾ പ്രഖ്യാപിച്ച ഗൾഫിലെ സർവീസ് നിയന്ത്രണം ഈ മാസം അവസാനം വരെ തുടരും എന്നൊരു സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിൽ ഇറാനിലെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ഒക്കെ തകർക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി അത് വലിയ ആശങ്ക പ്രവാസികളിൽ ഉണ്ടാക്കുന്നു. യുദ്ധം കടുത്താൽ സ്ഥിതി ഗുരുതരമാകും. ഇത് പ്രവാസികളെ ആശങ്കയിലാക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്തായാലും പ്രവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. ഇന്ത്യയും സാഹചര്യങ്ങൾ രൂക്ഷമാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുള്ള നിർദ്ദേശങ്ങളും നടപടികളും ആരംഭിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യത മങ്ങുന്നോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം. ഇടവേള എടുത്തതിന് ശേഷം
മറ്റു ഫോക്കസ് വാർത്തകളിലേക്ക് തിരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.